വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ഗ്രീൻ ടീയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രീൻ ടീ ഇല്ലാത്തൊരു ജീവിതം എനിക്കിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഗൈസ്. പിന്നെ ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പുറകെ കൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയി. എന്നാൽ പിന്നെ അമ്മേനെയും കൂടെ കാണിച്ചേക്കാം. പിന്നെ ഈ ചായ കുടിക്കുന്ന ടൈമിലാണ് ഞാനും അമ്മയും കൂടുതൽ ഗോസിപ്പ് പറയുന്നത്. അപ്പോൾ പിന്നെ അത് തെറ്റിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഗോസിപ്പുകളൊക്കെ അടിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. പിന്നെ വീട്ടിൽ കുറേ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അതെല്ലാം കഴിഞ്ഞൊരു 12 മണിയൊക്കെ ആയി ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ പുട്ടും കടലയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി. ഞാനില്ലെങ്കിലും ചെടികളൊക്കെ വളരുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. എന്തായാലും അമ്മ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിറയെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നു. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ വെച്ചിട്ട് പോയ ചെടിയാണ്. വളരാൻ ടൈം ആവുന്നതേ ഉള്ളൂ. ഇതപ്പുറത്തെ വീട്ടിലെ ആൻറ്റി തന്ന ചെടിയാട്ടോ. നല്ല ഭംഗിയില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് കുറച്ച് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് നിന്നു. പിന്നെ ഇത് കണ്ടു, ഒരു കിളിക്കൂട് രാവിലെ മുറ്റം ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഏതോ കിളീൻ്റെ അല്ലേ അവർ. പിന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവർക്ക് സങ്കടമാവില്ല എന്ന് ഓർത്തിട്ട് ഞാനത് നല്ല സെറ്റ് ചെയ്ത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ അമ്മേനെ കിച്ചണിലൊന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല കുട്ടി, അപ്പോൾ ഞാൻ അമ്മേനെ ഹെൽപ്പൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് സവാളയൊക്കെ സിനിമയിൽ കാണുന്ന പോലെ ചകചകാന്നരിയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അറിയുന്ന പോലെയൊക്കെ അമ്മയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയായി. ഞാനും അമ്മയും കൂടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടക്കും കേട്ടോ. ഫുഡെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കും. ഉറങ്ങുമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കിടക്കും. എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അമ്മേനെ ഓർക്കൂല. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പോയി കിടന്നു. അങ്ങനെ അമ്മ ചെറുതായിട്ടൊന്ന് ഉറങ്ങി, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. ഞാൻ അമ്മേനെ തോണ്ടി വിളിച്ച് എണീപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ എനിക്കും അമ്മയ്ക്കും നല്ല ചൂട് ചേമ്പും മുളക് ചമ്മന്തിയും കഴിക്കാൻ കൊതിയായിട്ട് വീട്ടിൽ തന്നെ ചേമ്പാട്ടോ, അതെല്ലാം നമ്മൾ കുഴിച്ചെടുത്തു. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ അപ്പുറത്തെ ഒരു മരത്തിൽ ചീനി മുളച്ച് നിൽക്കുന്നു. വലിയൊരു മരത്തിൽ ചീനി മുളച്ച് നിൽക്കുന്നു. അത് നോക്കി നോക്കി അമ്മ പോകുന്ന പോക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും പോയി കേട്ടോ. എന്തായാലും കൊള്ളായിരുന്നു. പിന്നെ എനിക്ക് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനുള്ള ടൈമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടിക്ക് വെള്ളം ഒഴിക്കലും അതിനിങ്ങനെ നോക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ ചേമ്പൊക്കെ പുഴുങ്ങി മുളക് ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും അമ്മയും കൂടെ അതൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.